5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. എനിക്കും വ്യക്തിപരമായി പരിചയമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ, നമ്മൾ ചുരുക്കി മാപ്ര എന്ന് പറയും. മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ കുറച്ച് അന്തസ്സുള്ള വാക്കാണ്. മാപ്ര എന്ന് പറഞ്ഞാൽ എന്തോ കളിയാക്കി പറയാം. എന്തായിക്കോട്ടെ, നമുക്ക് സൗകര്യത്തിന് വേണ്ടി മാപ്ര എന്ന് പറയാം. അപ്പോൾ വളരെ പരിണതപ്രജ്ഞനായ ഒരു മാപ്രയാണ്, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകനാണ്, മീഡിയ പേഴ്സണാണ്, പേഴ്സണാലിറ്റിയാണ് അഭിലാഷ് മോഹൻ. അദ്ദേഹം ഇങ്ങനെ ചോദിച്ച് നമ്മുടെ ഗോവിന്ദ മാഷിന്റെ ഉള്ളിലിരുന്ന് എല്ലാം കൂടി പുറത്തെടുത്തു. അപ്പോൾ ഗോവിന്ദ മാഷ് മുമ്പിൽ ക്യാമറ ഇരിക്കുകയാണെന്നും അഭിലാഷ് മോഹനാണെന്നും ഇത് മാതൃഭൂമി ചാനലാണെന്നും ഓർത്തില്ല. അദ്ദേഹം ഇങ്ങനെ സ്വയസിദ്ധമായ ശൈലിയിൽ 1925 മുതലേ താത്വികമായി അദ്ദേഹം വിചാരിച്ച് EMS അക്കാഡമിയിൽ ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോൾ തിരുത്താമല്ലോ, അല്ലെങ്കിൽ ഒരു AK സെന്ററിൽ ഏതോ ക്ലാസ് ആണ് നടക്കുക. അപ്പോൾ ഇങ്ങനെ 1925 മുതൽ RSS ഉണ്ടായ കഥയൊക്കെ പറഞ്ഞു വന്ന് 67 ഞങ്ങൾ ഇങ്ങനെ ചിലാധാ എന്നൊക്കെ പറഞ്ഞപ്പോൾ മോഹൻ കയറി പിടിച്ചു. ധാരണ ഉണ്ടാക്കിയല്ലേ എന്ന് വെച്ചു. ആ ധാരണ ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പമെന്നൊക്കെ പറഞ്ഞാൽ അത് ഈഗോ വർക്ക് ചെയ്തവിടെ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് നാക്ക് വഴിയും ഈഗോയാണ് പറ്റിപ്പോയത്. മോഹൻ നമ്മുടെ അഭിലാഷ് മോഹൻ ഒന്ന് കുത്തി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? അഭിലാഷ് മോഹൻ മാതൃഭൂമി വിട്ട് റിപ്പോർട്ടർ ചാനൽ പോകുമെന്നുള്ള വാർത്തകൾ വന്നല്ലോ. അങ്ങനെയും ചില വാർത്തകൾ വന്നു. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഏഷ്യാനെറ്റിലാണ് ജിമ്മി പോയത്, അങ്ങോട്ട് പോയി ചാർജ് എടുത്തത്, റിപ്പോർട്ടറിൽ പോയി ചാർജ് എടുത്തത്. പക്ഷേ അപ്പോഴായിരിക്കും ഡിജിറ്റൽ മീഡിയ ഹെഡൊക്കെ ആയി പോയി ചാർജ് എടുത്തു. അപ്പോഴാണ് അഭിലാഷ് മോഹൻ ഇങ്ങനെ താരമൂല്യം കൂടി വന്നപ്പോഴാണ് മാതൃഭൂമിയിലെ ഒന്നാമനായി മാറി. 2 ഇൻക്രിമെന്റ് ഇന്നലെ കൊടുത്തു എന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിന് ശമ്പളം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അദ്ദേഹം ഹെഡ് ഇപ്പം എന്താണ് പോസ്റ്റ് എന്ന് എനിക്കറിയില്ല, പക്ഷെ അതിൻ്റെ അടുത്ത ഹെഡിലേക്ക് അദ്ദേഹം പോകാൻ പോകുന്നു. അഭിലാഷ് മോഹൻ താരമായി. കാരണം അദ്ദേഹം വെട്ടിയത് ആരെയാ? 1.5 വെട്ടല്ലേ വെട്ടിയത്. അദ്ദേഹം ഇന്റർവ്യൂ, സാധാരണ നമ്മളെ ഉണ്ണി ബാലകൃഷ്ണനും അതുപോലെയുള്ള ബാച്ചുകളൊക്കെയാണ് ഇന്റർവ്യൂ ചാമ്പ്യന്മാർ, നികേഷ് കുമാറൊക്കെയാണ്. പക്ഷെ അവരൊക്കെ ഇപ്പോൾ അപ്രസക്തമായി. വളരെ നല്ല തോതിൽ വളരെ ഗൗരവമായ ഇന്റർവ്യൂയിലൂടെ, അതുപോലെ നമ്മുടെ VS രാജേഷ്, കേരള മുതൽ VS രാജേഷ് നല്ല ഇന്റർവ്യൂ നടത്തുന്ന ആളാണ്. പക്ഷെ അവരെ എല്ലാം അപ്രസക്തമാക്കിയതുകൊണ്ട് ഒരൊറ്റ ഇന്റർവ്യൂയിലൂടെ ലോകപ്രസിദ്ധനായിരിക്കുകയാണ് നമ്മുടെ അഭിലാഷ് മോഹൻ. അദ്ദേഹം വലിയൊരു മാപ്രയായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അഭിലാഷ് മോഹന് വലിയ സ്ഥാനമാണ് മാതൃഭൂമി കാത്തിരിക്കുന്നത്. ഇൻക്രിമെന്റ് കൂട്ടിക്കൊടുക്കും, പുതിയ പൊസിഷനിലേക്ക് പോകും. മാത്രമല്ല, മാപ്രകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം അവർ ചെയ്യാറുണ്ട്. ഒരു ചാനലിൽ ശമ്പളം കുറവോ അവരുടെ മറ്റ് സൗകര്യങ്ങൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പോഴവർ ചാടും അടുത്ത ചാനലിലേക്ക്. അപ്പോൾ എന്തായാലും കേരളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള ഇന്റർവ്യൂവറായിട്ട്, അല്ലെങ്കിൽ ഇന്റർവ്യൂ അഭിമുഖം നടത്തുന്ന ആളായിട്ട് അഭിലാഷ് മോഹൻ മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയ ഭാവിയുണ്ട്. എന്തായാലും കൊള്ളാം. മാതൃഭൂമിയിൽ നമ്മുടെ ഗോവിന്ദൻ മാഷിനെ തന്നെ വെട്ടിത്തള്ളിയിട്ടു. ഗോവിന്ദൻ മാഷ് പഠിക്കേണ്ടത് നയനാരെയും അതുപോലെ EMSനെയൊക്കെ കണ്ടുപഠിക്കണം. എത്ര മനോഹരമായിട്ടൊരു ട്രാപ്പിൽ വീഴാതെ അഭിപ്രായം പറയുന്നത്, പറഞ്ഞു കഴിഞ്ഞ് വീണ് പോയെന്ന് തോന്നിയാൽ തന്നെ അതിൽ നിന്ന് വളരെ വലിയ മെയ്വഴക്കത്തോടുകൂടി കയറി വരും. ഇവിടെ ഇപ്പോൾ പെട്ടുപോയി. അവസാനം ഇപ്പോൾ ഗോവിന്ദൻ മാഷ് കിടന്ന് വെള്ളം കുടിക്കുന്നു. പല രൂപത്തിൽ 4 കാലിട്ട് അടിക്കുകയാണ്. അദ്ദേഹം ഓരോ രൂപത്തിൽ പറയുന്നു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, മുന്നണിയല്ല അത്, പിന്നെ ഞങ്ങൾ അവരുമായിട്ട് ബന്ധമുണ്ടാക്കില്ല, ജനതാ പാർട്ടിയായിട്ടൊരു ബന്ധമുണ്ടാക്കിയത്, ജനസംഘം എന്നൊക്കെ പറഞ്ഞ് രണ്ടിലും ജന എന്നൊക്കെ വലിയ കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ മാഷ് ചെയ്യേണ്ടത് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കഴിയുന്നവർ, നാളെ തെരഞ്ഞെടുപ്പാണ്, അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ മിണ്ടാണ്ടിരിക്കുക. ഇത് റിസൾട്ട് വരട്ടെ. അതുകൊണ്ട് ഇനിയും പത്രക്കാരിങ്ങനെ കുത്തി ചോദിച്ചുകൊണ്ടിരിക്കും. ഓൺലൈൻ മീഡിയക്കാരൊക്കെ വരും. മൗനമാണ് വിദ്വാനുഭൂഷണം, ചില സമയത്ത് മണ്ടനും.